സർക്കാർ തലത്തിൽ ആംബുലൻസ് സർവീസ് നടത്താൻ NRHM നൽകിയ തുക വിനിയോഗിക്കുന്ന കാര്യത്തിൽ ആരോഗ്യവകുപ്പ് ഇനിയും തീരുമാനമെടുത്തിട്ടില്ല. കേന്ദ്ര സർക്കാരിന്റെ ജനനി ശിശു സുരക്ഷാ കാര്യക്രമം നൽകിയ 15 കോടി, കേരള സർക്കാരിന്റെ 40 കോടി, NRHM നൽകിയ 15 കോടി എന്നിവയടങ്ങിയ 70 കോടി രൂപയാണ് ഇതുവരെ ചെലവഴിക്കാതെ KMSL പക്കലുള്ളത്. കർണാടക, തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ 700ഓളം ആംബുലൻസുകൾ സർവീസ് നടത്തുമ്പോൾ കേരളത്തിൽ എമർജൻസി മെഡിക്കൽ സർവീസിന് കീഴിൽ 43 ആംബുലൻസുകൾ മാത്രമാണുള്ളത്. 283 ബേസിക് ആംബുലൻസുകളും 287 പേഷ്യന്റ് ട്രാൻസ്ഫർ വാഹനങ്ങളും അടങ്ങുന്ന 500 കോടിയുടെ 108 ആംബുലൻസ് സർവീസ് പദ്ധതിയും കടലാസിൽ തന്നെ. എല്ലാ ജില്ലകളിലും സർക്കാർ ആംബുലൻസ് സർവീസ് ലഭ്യമാക്കുമെന്ന ആരോഗ്യമന്ത്രിയുടെ പ്രഖ്യാപനം ഇനിയും ക്യാബിനറ്റിന് മുന്നിലെത്തിയില്ല. 2010 മെയ് 19-നാണ് 25 വണ്ടികളുമായി 108 ആംബുലൻസ് സർവീസ് തുടങ്ങിയത്. 3 വർഷം കഴിഞ്ഞിട്ടും 43 വണ്ടികളായി ഉയർത്താനേ കഴിഞ്ഞുള്ളൂ. കേരളത്തിൽ മാത്രമാണ് സുതാര്യമായ രീതിയിൽ ടെൻഡർ വിളിച്ച് സർവീസ് നടത്തുന്നത്. സംസ്ഥാനത്ത് സർവീസ് നടത്തുന്ന സ്വകാര്യ ആംബുലൻസ് കമ്പനികൾക്ക് കൊള്ളലാഭമുണ്ടാക്കാനാണ് ആംബുലൻസ് പദ്ധതി നടപ്പാക്കാൻ വൈകിക്കുന്നതെന്ന് ആരോപണമുണ്ട്. സഫീറ മഠത്തിലകത്ത്, മീഡിയ 1, തിരുവനന്തപുരം.